നമസ്കാരം. ഏറെ നാളത്തെ രാഷ്ട്രീയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തിയത്. അവസാനം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. നേരത്തെ തന്നെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നേതാക്കൾ പോകണമോ വേണ്ടയോ എന്നവർ കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്ന് അറിയിച്ചിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ തീരുമാനം. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധിർ രഞ്ജൻ ചൗധരി തുടങ്ങിയവർക്കാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ്, അതായത് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ ക്ഷണം ലഭിച്ചത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണം ലഭിച്ചത്. എന്തായാലും കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുദീർഘമായ ചർച്ചകൾ നടന്നത് കേരളത്തിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ്സിന് അത്ര കണ്ട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. കേരളത്തിൽ നടന്ന ചർച്ചകളുടെ ഒക്കെ സാരാംശമായി ഈ ടെലിവിഷൻ ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് കോൺഗ്രസ്സിന് 10-15 വർഷത്തിന് ശേഷം, അതായത് അടുത്ത 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്ന് കോൺഗ്രസ്സിന് മോഹം വേണ്ട എന്ന് അദ്ദേഹം തന്നെ പറയുന്നതാണ്. 10-15 വർഷത്തിന് ശേഷം എന്തെങ്കിലും സാധ്യതകൾ കോൺഗ്രസ്സിനുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്നതായിരിക്കും ഈ ക്ഷണം നിരസിച്ചാൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്നതിനെ വിലയിരുത്തേണ്ടി വരും. ആ രീതിയിലാണ് ഇതുവരെ 2019 സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് മാനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ RSSൻ്റെയും BJPയുടെയും പരിപാടിയായിട്ടാണ് ഇന്ന് കോൺഗ്രസ് വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. 10-60 വർഷം ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നിട്ടും സോമനാഥ ക്ഷേത്രം എന്ന ഒരു സമാനമായ സമസ്യ അത് തീർത്തിട്ടും, അത് ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് തന്നെ തീർത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അയോധ്യയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായി, ഒരു ആശയക്കുഴപ്പമുണ്ടായി. ആ ആശയക്കുഴപ്പം മറ്റൊന്നിൻ്റെയും പേരിലല്ല, അത് ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പേരിലാണ്. മുസ്ലിം വോട്ട് ബാങ്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കളെ വിഘടിപ്പിച്ച് എന്നെന്നും അധികാരത്തിലിരിക്കാമെന്ന് നെഹ്റു കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസും പദ്ധതിയിട്ടു. പക്ഷേ ആ പദ്ധതികളൊക്കെ പൊളിച്ചെടുക്കുകയായിരുന്നു BJP എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും രാമക്ഷേത്രത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ കോൺഗ്രസിൻ്റെ മുന്നിൽ യാതൊരു തടസ്സങ്ങളുമില്ല. കാരണം 2019 സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. ആ സുപ്രീം കോടതി വിധിയെ ഇവിടുത്തെ മുസ്ലിം ലീഗ് പോലും കാര്യമായി എതിർക്കുന്നില്ല എന്നോർക്കണം. ആ സ്ഥിതിയിലാണ് മുസ്ലിം വിഘടനവാദികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിക വോട്ട് ബാങ്കിന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് തള്ളിപ്പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഇനി ഒരു 50 കൊല്ലത്തേക്ക് അധികാരത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള കോൺഗ്രസിൻ്റെ ആത്മഹത്യാപരമായ തീരുമാനമായിട്ടേ വിലയിരുത്താനാകൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.